എൻ്റെ ജീവിതകഥ ഞാൻ തുറന്നു പറയാൻ പോകുകയാണ്. നഴ്സറി പഠിച്ചിരുന്ന കാലം എൻ്റെ അച്ഛൻ എന്നെ സൈക്കിളിലാണ് കൊണ്ടുപോയത്. സൈക്കിളിലിരുത്തി സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു സീറ്റ് വെച്ചിട്ടുണ്ട്, ഒരു കൊച്ചു സീറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലിരുത്തിയിട്ട് രണ്ട് കാലും സൈക്കിളിൻ്റെ ഏറ്റവും ടയറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോണോട് കോണ് വെച്ചിട്ട് രണ്ട് കൊമ്പൊക്കെ കെട്ടി റിബണൊക്കെ വെച്ച് കെട്ടി ബോയൊക്കെ വെച്ച് ആണ് എന്നെ നഴ്സറി കൊണ്ടാക്കിയത്. നഴ്സറിയിൽ അപ്പം നഴ്സറി കൊണ്ടാക്കിയപ്പോൾ ഞാനാണെങ്കിൽ നന്നായിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ മാട് കരയുന്ന പോലെ കരഞ്ഞു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇഞ്ചക്ഷൻ വെക്കുമല്ലോ, എല്ലാവർക്കും ആ ഒരു അടയാളം ഉണ്ടാകും. അത് എന്തോ ഒരു സംഭവം പറയും, എനിക്കറിയില്ല അതെന്തോ ഒരു സംഭവം. അതാണ് നമ്മുടെ അടയാള ചിഹ്നം. എന്തൊരു ചിഹ്നമാണ് അത് ഇഞ്ചക്ഷൻ വെക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വെക്കണ്ട, എന്നെ സൂചി കുത്തല്ലേ, അയ്യോ എന്നെ സൂചി കുത്തല്ലേ, അയ്യോ എന്നെ കുത്തല്ലേ, അയ്യോ എന്നെ കുത്തല്ലേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞു. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കണ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മോളെ പേടിക്കണ്ട, ഇത് ഇഞ്ചക്ഷനാണ്, ഇഞ്ചക്ഷൻ വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു അടയാളം വരും. അപ്പം ഞാൻ വിചാരിച്ചു ഇഞ്ചക്ഷൻ വെച്ച് കഴിയുമ്പോൾ അടയാളം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണ് ഇറുക്കി അടച്ചു വെച്ചിട്ട് യേശു 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇഞ്ചക്ഷൻ വെച്ചു. ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഞാൻ കണ്ണു നോക്കിയിട്ട് അവിടെ അടയാളമൊന്നും കണ്ടില്ല. അപ്പം ഞാൻ വീണ്ടും കരഞ്ഞു, അടയാളമൊന്നും കണ്ടില്ലല്ലോ, പിന്നെ ടീച്ചറല്ലേ പറഞ്ഞത് അടയാളം വരുമെന്ന്, അടയാളമൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഉടനെ ഒരു മുട്ടായി കൊണ്ട് തന്നു, നാരങ്ങ മുട്ടായി, പണ്ടത്തെ നാരങ്ങ മുട്ടായി കൊണ്ട് തന്നിട്ട് വന്ന്, മോളിത് കഴിച്ചോ, ഇത് കഴിച്ച് തീരുമ്പോഴത്തേക്ക് അടയാളം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ മുട്ടായിയും കൊണ്ട് വീട്ടിൽ പോയപ്പോൾ ഞാൻ പിന്നെ അങ്ങ് മറന്നുപോയില്ലേ. അത് കഴിഞ്ഞ് പിന്നെ 1ാം ക്ലാസ്സിലെത്തി. 1ാം ക്ലാസ്സിൽ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ അച്ഛനാണ് എന്നെ കൊണ്ടുപോകണം നഴ്സറിയിൽ 1ാം ക്ലാസ്സിലൊക്കെ. സൈക്കിളിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും, സൈക്കിളിലിരുത്തി ഇങ്ങനെ സൈക്കിൾ ഉരുട്ടി ചവിട്ടിയൊക്കെ കൊണ്ടുവന്ന് സ്കൂളിലാക്കുവേ. ഞാൻ പഠിച്ച സ്കൂൾ എവിടെയാണെന്ന് അറിയണ്ടേ, ഞാൻ പഠിച്ചത് മുരുക്കുംപുഴ വേലൂർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അന്നത്തെ നഴ്സറി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുഞ്ഞു നഴ്സറി ആയിരുന്നു. അപ്പോൾ 1ാം ക്ലാസ്സിൽ പിന്നെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്നും കരയും. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ആപ്പൂപ്പൻ്റെ ഒരു അമ്മൂമ്മയുടെയും കടയുണ്ട്. കടയുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ബോട്ടിലെല്ലാം നിറയെ മുട്ടായികൾ, ഇങ്ങനെ കോലുമുട്ടായി, കമ്പ് മുട്ടായി, നാരങ്ങ മുട്ടായി, ചക്രം മുട്ടായി, പുളിമുട്ടായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തിച്ചു. എനിക്ക് കോലുമുട്ടായി വേണോ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ പിന്നെ സൈക്കിളെല്ലാം അവിടെ ഇറക്കിയിട്ട് മോളിവിടെ ഇരുന്ന് അച്ഛൻ പോയി മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കോലുമുട്ടായി മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കറക്കണ മുട്ടായി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നൂലിലിങ്ങനെ ചക്രം പോലെ ഇരുന്നിട്ട് ഇങ്ങനെ കറക്കുന്ന ഒരു മുട്ടായി അത് മേടിച്ചുകൊണ്ട് വന്നു. മുട്ടായിയൊക്കെ കഴിച്ച് പിന്നെ സ്കൂളിൽ പോയി. സ്കൂളിലാണെങ്കിൽ ഉച്ചയ്ക്ക് പയറും കഞ്ഞിയാണ്. പയറും കഞ്ഞിയും ഭയങ്കര ടേസ്റ്റാണ്. പയറും കഞ്ഞി ഭയങ്കര ടേസ്റ്റെന്ന് പറഞ്ഞാൽ അതിപ്പോഴും നാവിൻ്റെ തുമ്പത്തായിരിക്കുന്നത്. പയറും കഞ്ഞിയും കുടിക്കാൻ ഭയങ്കര എപ്പോഴും ആലോചിക്കും, ഉച്ചയായെങ്കിൽ പയറും കഞ്ഞിയും കുടിക്കാം. അപ്പോൾ ഉച്ചയാകുമ്പോൾ പയറും കഞ്ഞിയും നല്ല കടുവൊക്കെ വറുത്ത് നല്ല മണം. അവിടുത്തെ അമ്മൂമ്മ പയറും കഞ്ഞി ഉണ്ടാക്കുമ്പോൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ നല്ല മണം വരും, നല്ല മണം. അപ്പോൾ കുട്ടികളൊക്കെ ഇരുന്നുകൊണ്ട് പറയും അമ്മൂമ്മയുടെ പയറിന് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോൾ നമ്മൾ കാത്തിരിക്കും. അങ്ങനെ ഉച്ച ഒക്കെ ആയി പിന്നെ പയറും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോയിരിക്കും. ക്ലാസ്സിൽ പോയിരുന്ന കുട്ടികളോടൊക്കെ വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ 4 മണിയാവും. പിന്നെ വീട്ടിൽ വിടും. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇച്ചിരി കൂടെയൊക്കെ വളർന്നു. അപ്പോൾ പിന്നെ സ്കൂളിൽ പോയിരുന്നിട്ട് ചെയ്യണ ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്ബുക്ക് കൊണ്ടുപോയിട്ട് നോട്ട്ബുക്കിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് പേപ്പർ വലിച്ചു കയറിയിട്ട് പാവ ഉണ്ടാക്കി ഡെസ്കിൻ്റെ അടിയിൽ ഒരു അശ കെട്ടിയിട്ട് പാവയുടെ ഉടുപ്പൊക്കെ ഉണ്ടാക്കി ഉടുപ്പെല്ലാം ഉണങ്ങാനിടും. ഉടുപ്പ് ഉണങ്ങിയിട്ട് വൈകുന്നേരം രാവിലെ വരുമ്പോൾ നനച്ച് അലക്കിയിടും. പിന്നെ വൈകുന്നേരം പോകാൻ സമയത്ത് ഉടുപ്പൊക്കെ എടുത്ത് പാവയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബുക്കിനകത്തോട്ട് മടക്കി വെച്ച് തന്നു. അപ്പോൾ ഒരു ദിവസം ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞ് മൈപ്പീലി കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് തരാം. ഒരു മൈപ്പീലി വെച്ച് കഴിഞ്ഞാൽ ബുക്കിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നങ്ങ് വളരുമെന്ന്. ഞാനും അതങ്ങ് വിശ്വസിച്ച് അത് മൈപ്പീലി മേടിച്ച് ബുക്കിനകത്ത് അടച്ച് എന്നിട്ട് എന്നും തുറന്നു നോക്കും. മൈപ്പീലി വളർന്നോ മൈപ്പീലി അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു 4ാം ക്ലാസ്സിലൊക്കെ എത്തി.
ഒരു 4ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിൽ പോവാം, അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ പോയി ചോറ് കഴിക്കാമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ ശരി, നമുക്കെന്നാൽ വീട്ടിൽ പോയി ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരി എന്നെ വിളിച്ചോണ്ട് സ്കൂൾ വിട്ടപ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണമെങ്കിൽ നമുക്കവിടെ 18ാം പടിയുണ്ട്. 18ാം പടി ഇറങ്ങി പിന്നെ വയൽക്കരയിൽ കൂടെ നടന്ന് ഇക്കരയിൽ നിന്ന് അക്കരെ പോയി ചെന്നാലാണ് കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നത്. അപ്പം നമ്മൾ 18ാം പടി ഇറങ്ങി ഇക്കരയിൽ നിന്ന് അക്കരെ നടന്ന് പോയി കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പോൾ കൂട്ടുകാരിയുടെ അച്ഛനില്ല. അപ്പോൾ പിന്നെ വയലിൽ പോയി കൂട്ടുകാരുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. കൂട്ടുകാരുടെ അച്ഛൻ വന്ന് ചോറൊക്കെ തന്ന് നമ്മൾ ചോറൊക്കെ കഴിച്ച് പയറും മുതിരപ്പയറുണ്ടല്ലോ അത് വെച്ചിട്ടുള്ള കറിയൊക്കെ വെച്ച് ചോറൊക്കെ തന്ന് നമ്മൾ കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ തോട്ടിൽ നിറയെ മീനാണ് വയൽക്കരയിൽ വയൽ വരുമ്പത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മീൻ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരി തന്നെ എന്നാൽ മീൻ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വട്ടപാത്രത്തിനകത്ത് തോർത്തുകൊണ്ട് മീൻ പിടിച്ച് ഞങ്ങൾ വട്ടപാത്രത്തിനകത്താക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പതുക്കെ ഡാൻസ് കളിച്ച് പുൽച്ചാടി കളിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി സ്കൂളിൽ വന്നപ്പോൾ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സെക്കൻഡ് പീരീഡിൽ സാറ് പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും വന്ന് കയറി. സാറ് ചിത്രം നേരം എവിടെ പോയിരുന്നു കുട്ടികളെ? അപ്പം ഞങ്ങൾ പറഞ്ഞു, സാറേ ഇവളുടെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു, അച്ഛൻ വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, പിന്നെ അച്ഛനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് അച്ഛൻ ചോറൊക്കെ തന്ന് ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് സാറേ, അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറഞ്ഞു. ആ ശരി പോയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി മേശപ്പുറത്ത് അങ്ങോട്ട് നല്ല ഗമയിലൊക്കെ പോയി അങ്ങോട്ട് ഇരുന്നു. അന്നേരം വേറൊരു കുട്ടി ഒരാൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഗേൾസും ബോയ്സും ഒരുമിച്ചാണ്. സാറേ ഈ കുട്ടികൾ തോട്ടിൽ കിടന്ന് മീൻ പിടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു സാറേ, വട്ടപാത്രം നിറയെ മീനാണെന്ന്. അപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു വട്ടപാത്രം ഇങ്ങോട്ട് ഔട്ടി നോക്കട്ടെ. വട്ടപാത്രം കൊണ്ടുവന്ന് നോക്കിയപ്പോൾ വട്ടപാത്രം നിറയെ മീൻ. അങ്ങനെ സാറ് പറഞ്ഞു കൊണ്ട് കള കുട്ടികളെ എന്ന് പറഞ്ഞു. കളഞ്ഞിട്ട് ഇഞ്ഞ് വാ കുട്ടികളെ എന്ന് പറഞ്ഞ് വന്നപ്പോൾ 2 അടി 2 പേർക്കും കൂടെ. പോയൊരു കുട്ടികളെ എന്ന് പറഞ്ഞു ഓടിച്ചു. അങ്ങനെ എൻ്റെ കുട്ടിക്കാലം ഇത്രയൊക്കെ ഉള്ളേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഓക്കെ.